നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് കീഴിലുള്ള കർഷകരുടെ എണ്ണം കഴിഞ്ഞ സാമ്പത്തിക വർഷം 40 ദശലക്ഷത്തിലെത്തി. റെക്കോർഡ് നിരക്കാണിത്. 27% വരിക്കാരുടെ എണ്ണത്തിലെ വർധനവ്. വിള ഇൻഷുറൻസ് പദ്ധതി വായ്പ അടിസ്ഥാനമാക്കി നൽകുന്നതിന് പകരം സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയുള്ള മാതൃകയിലേക്ക് നീങ്ങുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. പദ്ധതിയിൽ ചേർന്ന കർഷകരിൽ 42%-ലധികം പേരും ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാത്തവരാണ് എന്നുള്ളതിനാലാണിത്. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിള ഇൻഷുറൻസ് പദ്ധതിയുടെ കവറേജ് 61 ദശലക്ഷം ഹെക്ടർ കവിഞ്ഞു. 2022-23 അപേക്ഷിച്ച് ഏകദേശം 21% കൂടുതലാണിത്. നിലവിൽ 22 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം റാബി വിളകൾക്ക് ഇൻഷുർ ചെയ്ത തുകയുടെ 1.5%, ഖാരിഫ് വിളകൾക്ക് 2%, നാണ്യവിളകൾക്ക് 5%. പ്രീമിയം കേന്ദ്രവും സംസ്ഥാനങ്ങളും തുല്യമായി പങ്കിടുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പ്രീമിയം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ 9:1 അനുപാതത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. 2016 പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ആരംഭിച്ചതു മുതൽ 31,139 കോടി രൂപ കർഷകർ അവരുടെ പ്രീമിയത്തിന്റെ വിഹിതമായി അടച്ചു. അതിൽ നിന്ന് ഏകദേശം 1.56 ലക്ഷം കോടി രൂപ ക്ലെയിമുകളായി നൽകിയിട്ടുണ്ട്. അതായത് കർഷകർ അടയ്ക്കുന്ന പ്രീമിയത്തിലെ ഓരോ 100 രൂപയ്ക്കും അവർക്ക് ഏകദേശം 500 രൂപ ക്ലെയിമുകളായി ലഭിച്ചിട്ടുണ്ട്. PMFBYക്കായി ധനമന്ത്രാലയം 2005 സാമ്പത്തിക വർഷത്തിൽ 15,000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്.